അതെ അലക്സ് ചായ, എന്നെ ഇവിടെ തന്നെ നിർത്തുവാണോ? അകത്തേക്ക് വിളിക്കുന്നില്ലേ? അയ്യോ സോറി അമേലിയ, വരൂ. അമേലിയയോ? ആമീന്നല്ലേ വിളിക്കാറ്? ഇത് എന്നാ പറ്റിയുണ്ട് അലക്സ് ചായന്? അത് ആദ്യമായിട്ടല്ലേ കാണുന്നത്, അതുകൊണ്ടാ. അതിപ്പോ ഞാനും ഇപ്പോഴല്ലേ നേരിട്ട് കാണുന്നേ. ഇതുവരെയും വീഡിയോ കോളിലല്ലേ കണ്ടിട്ടുള്ളൂ. അതെ, എന്നെ നേരി കാണാൻ എങ്ങനെയുണ്ട്? ചെന്നരി കുട്ടിയല്ലേ? ഞാൻ കോഫി ഇട്ട് വെച്ചിട്ടുണ്ട്, എടുക്കട്ടെ? ഞാൻ എടുക്കാം. നല്ല അടിപൊളി കോഫി, സമ്മതിച്ചു ചായനെ. എന്നാ ചായ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? എന്തോ ആമിയെ അടുത്ത് കണ്ടപ്പോ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അതെന്റെ ചായ, നമ്മൾ ഇത്രയും നാളും ഫോണിലല്ലേ കണ്ടിട്ടുള്ളൂ. എനിക്ക് തന്നെ നല്ല ചമ്മലായിരുന്നു ഇങ്ങോട്ട് പോരാനായിട്ട്. ആദ്യമായി ആമി എന്നെ വിളിച്ചത് ഏപ്രിൽ 10-നല്ലേ? ആള് മാറി. എന്നാ ഓർമ്മയായി ചായ. ആ റോങ് നമ്പർ ഇപ്പൊ എന്റെ ഫേവറേറ്റ് നമ്പറും. ശരിക്കും ജീസസാ എനിക്ക് എന്റെ ഈ ചായനെ തന്നത്. ഞാനല്ലേടാ തന്നോട് താങ്ക്സ് പറയേണ്ടത്. ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ എക്സിനെ പറ്റി? 3 വർഷം ഞാൻ അവനെ എൻ്റെ ജീവനെ പോലെ സ്നേഹിച്ചതാ. 8 വർഷം കൂടെ പഠിച്ചവനാ. എന്നിട്ടും എനിക്കവനെ തിരിച്ചറിയാൻ പറ്റിയില്ല. എൻ്റെ മമ്മ പോയിട്ടും എൻ്റെ പപ്പ എന്നെ പൊന്നുപോലെ നോക്കിയത്. ആ പപ്പായും കൂടെ പെട്ടെന്ന് പോയപ്പോൾ അവനെങ്കിലും കൂടെ കാണുമെന്ന് ഞാൻ വിചാരിച്ചു. ആമി, അതെല്ലാം കഴിഞ്ഞില്ലേടോ? എൻ്റെ കൂടെ കാണുന്ന സമയത്ത് കിട്ടിയ കാനഡക്കാരൻ നഴ്സിനെയും കിട്ടി അവ സ്ഥലം വിട്ടു. ഞാൻ ആകെ തകർത്തു പോയി ചായ. അവനെന്നെ ഇങ്ങനെ ചീറ്റ് ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അത് മറക്കടോ. അവന് നിന്നെ പോലെ ഒരാളെ വിധിച്ചിട്ടില്ല ആമി. ആമി, കരയാതടാ. എന്റെ കാര്യം നീ ഒന്ന് ഓർത്തേ. ഓർമ്മ വെച്ച കാലം മുതൽ എന്നെ വളർത്തിയത് എൻ്റെ വല്യമ്മച്ചിയായിരുന്നു. എന്നെ പ്രസവിച്ചപ്പോഴേ എൻ്റെ അമ്മയും പോയി. 1 വർഷത്തിനുള്ളിൽ പപ്പയും പോയി. ആരോടൊക്കെയുള്ള വാശിക്ക് പഠിച്ച് നൈജീരിയയിൽ പോയൊരു ജോലിയും സമ്പാദിച്ചു. പിന്നീട് എൻ്റെ ജീവിതം അവിടെയായി. നാട്ടിലാരും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങോട്ട് വരാറേ ഇല്ലായിരുന്നു. അവിടെ മടുത്തപ്പോഴാണ് നാട്ടിൽ വന്നത്. ഇപ്പോൾ അവിടെ നിന്നും ഈ നഗരത്തിൽ വന്ന് ഒറ്റയ്ക്ക് ജീവിക്കുന്നു. തൻ്റെ ഭാഷയിൽ അടിപൊളിയല്ലേ? അതിനിടയിൽ ഈ അമേലിയ തോമസ് വന്നങ്ങ് ഇടിച്ചു കയറി അല്ലേ ചായ? ആമിക്ക് എന്നോടെന്തോ സീരിയസ് ആയിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞു. അതെ അലക്സ് ചായ, എന്നതാ എന്നെ പറ്റിയുള്ള അഭിപ്രായം? നല്ല കൊച്ച, എന്നാലും ചട്ടമ്പിയ. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ചായന് ആരോട് ഇതൊരു ഇഷ്ടം തോന്നിയിട്ടില്ലേ? അങ്ങനെ ചോദിച്ചാ പഠിക്കുമ്പോൾ കൂടെ ഒത്തിരി സുന്ദരി കുട്ടികളുണ്ടായിരുന്നു. എനിക്ക് പെൺകുട്ടികളോട് സംസാരിക്കാൻ അറിയില്ലായിരുന്നു.
അതുകൊണ്ട് തന്നെ അവരെ നോക്കാൻ പോലും എനിക്ക് പേടിയായിരുന്നു. ഞാനങ്ങനെ പെൺകുട്ടികളോടൊന്നും സംസാരിച്ചിട്ടേയില്ല. കല്യാണപ്രായമായപ്പോൾ ആലോചിക്കാനും നടത്തി തരാനും ആരുമില്ലായിരുന്നു. ഞാനും അതിന് ശ്രമിച്ചുമില്ല. ഒരുപക്ഷെ അനാഥനാണെന്ന ഇൻഫീരിയാരിറ്റി കോംപ്ലക്സ് ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം. പിന്നെ പിന്നെ അങ്ങനെ ഒരു ചിന്തയെ മനസ്സിൽ നിന്നും പോയി. എങ്ങനെയെങ്കിലും കുറേ സമ്പാദിക്കുക, സുഖമായി ജീവിക്കുക, അതായിരുന്നു ലക്ഷ്യം. എല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി അതിലൊന്നും ഒരു സന്തോഷമില്ലെന്ന്. ഈ അടുത്ത കാലത്താണ് വല്ലാതെ ഒറ്റപ്പെട്ടു പോയി സംസാരിക്കാൻ പോലും ആരുമില്ല എന്നൊക്കെ തോന്നി തുടങ്ങിയത്. ആമി, ഞാൻ ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് നിന്നോടായിരിക്കും. അതാണ് ഈ അമേലിയ തോമസ്. അലക്സ് ചായ, ഇച്ചായ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ഈ ആമിയോടല്ലേ? അപ്പോ ഏറ്റവും ഇഷ്ടവും ഈ എന്നോടല്ലേ? അതെ. എന്നാലേ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇച്ചായനും കൂടി സമ്മതിച്ചാ എല്ലാം സെറ്റാവും. എന്ത് തീരുമാനിച്ചു? അതേ, ഈ ആമി ഇനിയുള്ള കാലം ഈ അലക്സ് ചായന്റെ പെണ്ണായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു. എന്താ, ഓക്കെ അല്ലേ? ആമി, നീ എന്താ ഈ പറയുന്നേ? ഞാൻ ഈ പ്രായത്തിൽ നിന്നെ കെട്ടാനോ? ശരിക്കും നിനക്ക് വട്ടാണോ? ഇച്ചായൻ എന്നെ കെട്ടിയ എന്താ കുഴപ്പം? ഇച്ചായൻ വിചാരിച്ച ഒരു 2-3 കൊച്ചുങ്ങൾ എനിക്ക് തരാൻ പറ്റത്തില്ലേ? ആമി, പിന്നെന്താ? ആമി, നമ്മൾ തമ്മിൽ 30 വയസ്സിൻ്റെയെങ്കിലും വ്യത്യാസമുണ്ട്. നിന്റെ എടുത്തിയാട്ടത്തിന് തോന്നുന്ന ഇതൊക്കെ. എല്ലാവരും, ലോകം മുഴുവൻ നമ്മളെ കളിയാക്കും. നിന്റെ ഈ പ്രായത്തിൽ നിനക്ക് കേട്ടാൽ നല്ല ആമ്പിള്ളാരെ കിട്ടും ആമി, അല്ലാതെ എന്നെ പോലെ. നല്ല ആമ്പിള്ളാര്, അങ്ങനെ ഒരുത്തനാ എന്റെ ജീവിതം നശിപ്പിച്ചത്. അലക്സ് ചായ, നിങ്ങളെപ്പോലെ കെയർ ചെയ്യുന്ന, സ്നേഹിക്കുന്ന നല്ലൊരാണിനെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനിയൊരാണിനെയും വിശ്വസിക്കില്ല, സ്നേഹിക്കില്ല എന്നൊക്കെ തീരുമാനിച്ച് എനിക്ക് വീണ്ടും ജീവിക്കണമെന്ന് തോന്നിയത് തന്നെ ഇച്ചായനെ പരിചയപ്പെട്ടതിന് ശേഷമാണ്. പിന്നെ നാട്ടുകാരൻ ലോകം പോവാൻ പറ, നമ്മുടെ കാര്യം നമ്മളല്ലേ തീരുമാനിക്കുന്നേ. ആമി, നിനക്കിതൊക്കെ പറയാം. എൻ്റെ പ്രായത്തിലുള്ള പലരും മുകളിലോട്ട് പോയി തുടങ്ങി. നിനക്കിനിയും ജീവിതം ബാക്കിയുണ്ട്. നിനക്കിതിൻ്റെ റിസ്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാ ഈ മണ്ടത്തരമൊക്കെ പറയുന്നത്. പിന്നെ ഞാൻ വേറൊരു പൊട്ടിപ്പെണ്ണല്ലേ? എൻ്റെ ചായ, ഞാൻ ജോലി ചെയ്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. പിന്നെ മരിക്കുന്നത്, ജനിച്ചാൽ എല്ലാവരും മരിക്കും. 30 വയസ്സുള്ളവരാ ഇപ്പം ഹാർട്ട് അറ്റാക്ക് വന്ന് പോകുന്നത്. അതുകൊണ്ടേ മോനൊഴപ്പാതെ ഇപ്പോഴത്തെ കാര്യം പറ, എന്നെ കെട്ടാൻ പറ്റുമോ ഇല്ലയോ? എനിക്കിപ്പോൾ തന്നെ ഇതിനൊരു തീരുമാനം അറിയണം. ആമി, ആമി, നീ എന്നോട് ക്ഷമിക്കണം. എനിക്കതിന് കഴിയില്ല ആമി. ഇച്ചായന് എന്നെ ഇഷ്ടമല്ലേ? അങ്ങനെയല്ല ആമി. പിന്നെ എന്തിനാ എന്നെ അകറ്റുന്നത്? നമ്മൾ തമ്മിൽ ഒരുപാട് പ്രായവ്യത്യാസമുണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ പ്രായമല്ല കണ്ടത്, നിങ്ങളുടെ മനസ്സാണ്. നിനക്കിപ്പോ അങ്ങനെയൊക്കെ തോന്നും ആമി. അതങ്ങനെ അല്ല, ഞാൻ ഒത്തിരി ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അലക്സ് ചായ, ഒരു പെൺകുട്ടി അവളുടെ ജീവിതം ഒരാളുടെ കയ്യിലേൽപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ അത് വെറും സ്നേഹം കൊണ്ട് മാത്രമല്ല, അവൾക്ക് അയാളിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ്. എനിക്ക് നിങ്ങളെ വിശ്വാസമുണ്ട്. നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് വൈകിയാണ് ആമി. നീ പോയ ബാക്കിയുള്ള എൻ്റെ ജീവിതം ശൂന്യമാകുമെന്ന് എനിക്കറിയാം ആമി. ശരി, ഒരു പക്ഷേ ഞാൻ വൈകിയായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. പക്ഷേ നിങ്ങളെനിക്ക് എൻ്റെ ജീവനായിരുന്നു, എൻ്റെ എല്ലാമായിരുന്നു. ആമി, നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല ഞാനിങ്ങനെ പറയുന്നത്. അത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണ് എനിക്ക് പേടി. ഇതിന് മാറ്റമില്ലേ? അറിഞ്ഞുകൊണ്ട് നിന്നെ ഒരു അപകടത്തിൽ തള്ളിയിടാൻ എനിക്ക് കഴിയില്ല ആമി. ആമി, നീ ഇതെവിടെ പോകുന്നു ആമി? എന്നെ ഇനി അങ്ങനെ വിളിക്കരുത്. ശരിക്കും ഞാനൊരു ഫൂളാണ്. വെറുതെ നാണം കെടാൻ വന്നു. ഞാനിനി വിളിക്കില്ല, എന്നെ വിളിക്കരുത്. ഗുഡ് ബൈ.
വൈകിയെത്തിയ വസന്തമേ, എന്നെ വിട്ടു നീ പോകരുതേ. മഴ പെയ്യുന്ന വഴികളിൽ നീ എന്നെ തനിച്ചാക്കി പോകരുതേ. ഹൃദയം തേടിയ സ്നേഹമേ, മൗനമായി മറയരുതേ. വൈകിയെത്തിയ വസന്തമേ, എന്നെ വിട്ടു നീ പോകരുതേ. ആരുമില്ല രാവുകളിൽ കൂട്ടായി വന്ന സ്നേഹമേ, അറിയാതെ നെഞ്ചിലെ മനസ്സിനുള്ളിൽ നിഴലായി മാറി ജീവനായി വന്നവനേ, സ്നേഹമായി വന്നവനേ, നിറമില്ലാ കനവുകളിൽ കുളിർമഴയായി പെയ്തവളേ, അറിയാതൻ ചാരെ നീ സ്നേഹമായി വന്നവളേ. വൈകിയെത്തിയ വസന്തമേ, എന്നെ വിട്ടു നീ പോകരുതേ. കാലം മായ്ച്ച മുറിവുകൾ മെല്ലെ മെല്ലെ മാഞ്ഞുപോയി. നിന്റെ മൃദുസ്പർശം മാത്രം എന്നിൽ മഴയായി പെയ്തിറങ്ങി. പറയാതെ പോയ വാക്കുകൾ ഒരു നോവായി മാറി. മെല്ലെ നിൻ സ്നേഹതീരങ്ങളിൽ ഒരു മഴയായി പെയ്തിറങ്ങി. വൈകിയെത്തിയ വസന്തമേ, എന്നെ വിട്ടു നീ പോകരുതേ. മഴ പെയ്യുന്ന വഴികളിൽ നീ എന്നെ തനിച്ചാക്കി പോകരുതേ. ഹൃദയം തേടിയ സ്നേഹമേ, മൗനമായി മറയരുതേ. വൈകിയെത്തിയ വസന്തമേ, എന്നെ വിട്ടു നീ പോകരുതേ. എൻ്റെ ഈശോയെ, എൻ്റെ കൂടെ കാണണേ. ഞാൻ അവളെ കാണാൻ പോവാ. എനിക്ക് അവളില്ലാതെ പറ്റുന്നില്ല. അവളെ ഫേസ് ചെയ്യാൻ എനിക്ക് ശക്തി തരണേ. എന്നെ കാത്തോണേ. എവിടേക്കെങ്കിലും പോകാൻ നിൽക്കുവാണോ? എനിക്കും ധൃതിയുണ്ട്. എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാൻ പറ്റുമോ?
ആമി വരൂ. ആമി, ഞാൻ ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോകുന്ന വഴിയാണ്. ഇനിയൊരിക്കലും നമ്മൾ കണ്ടെന്ന് വരില്ല. ജീവിതത്തിൽ എന്നും ഓർക്കാൻ വേണ്ടിയിട്ട് അലക്സ് ചായൻ്റെ കൂടെ കുറച്ച് നേരം ഒന്നിരിക്കണം. എതിരൊന്നും പറയരുത്. ഞാൻ കാരണമാണോ ആമി നീ ഇവിടെ നിന്ന് പോകുന്നത്? വേണ്ട ചായ, അത് തീരുമാനിച്ച കാര്യമാണ്. ഞാൻ ഈ ചായൻ്റെ അടുത്തൊന്നിരുന്നോട്ടെ. ആ നെഞ്ചു ചേർന്ന് കുറച്ചു നേരം എനിക്കൊന്ന് കിടക്കണം. ആമി, അലക്സ് ചായ, ഇങ്ങനെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് ഈ ലോകം തന്നെ മറക്കാൻ പറ്റുന്നു. എനിക്കും. ഞാൻ ആദ്യമായിട്ട് വിളിച്ച ദിവസം ഈ ചായൻ ഓർക്കുന്നുണ്ടോ? ആ ദിവസം എനിക്ക് മറക്കാൻ പറ്റുമോ ആമി? അന്ന് എനിക്കറിയില്ലായിരുന്നു ഒരു ഫോൺ കോൾ എൻ്റെ ജീവിതം മാറ്റുമെന്ന്. എനിക്കും അറിയില്ലായിരുന്നു. വർഷങ്ങളായി ചിരിക്കാൻ മറന്നുപോയ എനിക്ക് വീണ്ടും ചിരിക്കാൻ പറ്റുമെന്ന്. അലക്സ് ചായ, ഞാനൊരു കാര്യം പറയട്ടെ. പറയൂ. എനിക്ക് ഒരു രാജകുമാരനൊന്നും വേണ്ടായിരുന്നു. എന്നെ മനസ്സിലാക്കുന്ന ഒരാളെ മാത്രം മതിയായിരുന്നു. അത് നിങ്ങളായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാനെടുത്ത ഏറ്റവും നല്ല തീരുമാനം നിങ്ങളെ സ്നേഹിച്ചതാണ്. ആമി, നീ ഇനി ഒന്നും പറയണ്ട. എന്തേ? ഇനി കേൾക്കാൻ എനിക്ക് ധൈര്യമില്ല ആമി. അലക്സ് ചായ, ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ സന്തോഷ സമാധാനവും എനിക്ക് വേറെ ഒരിടത്തും കിട്ടില്ല. ഈ നെഞ്ചിച്ചാരി കിടക്കുമ്പോൾ ഞാനൊരു കൊച്ചു കുഞ്ഞാണെന്ന് തോന്നുവാ ഇച്ചായ. ഇച്ചായ, എന്താ ആമി? ഞാൻ പോയ പിന്നെ ഇച്ചായൻ എന്നെ ഓർക്കുമോ? ഇച്ചായൻ എന്നെ മറക്കുമായിരിക്കും അല്ലേ? ഒരിക്കലും ഇല്ല മോളെ. നിന്നെ മറക്കാൻ എനിക്ക് കഴിയുമോ? ഇച്ചായൻ ഇപ്പോൾ എന്നെ വിളിച്ച പോലെ ഒന്നുകൂടെ വിളിക്കാവോ? എന്താ മോളെ നീ ഇങ്ങനെ? എൻ്റെ മനസ്സ് നിറഞ്ഞിച്ചായ. ശരി, ഞാൻ പോട്ടെ. ഗുഡ് ബൈ അലക്സ് ചായ. ഒരുപക്ഷെ നമ്മൾ കണ്ടെന്ന് വരില്ല. ആമി, ആമി, നിനക്ക് പോവാതിരുന്നൂടെ? എൻ്റെ കൂടെ ജീവിച്ചൂടെ? ഇപ്പൊ എന്തിനാണ് വിളിക്കുന്നത്? കാരണം നിന്നെ നഷ്ടപ്പെടുത്താൻ പോകുകയാണെന്ന് എനിക്കിപ്പോഴാണ് അമ്മയെ മനസ്സിലായത്. അലക്സ് ചായ, എന്നെ ഇത്രയും കരയിപ്പിക്കണമായിരുന്നു. ഞാൻ എന്തുമാത്രം വേദനിച്ചു എന്നറിയാവോ? ഞാൻ ഇത്ര നാൾ കാത്തിരുന്നത് ഈ ഒരു വാക്ക് കേൾക്കാനായിരുന്നു. ജീവിതത്തിൽ ഞാൻ പലതും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ആമി. പക്ഷെ നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല ആമി. ഇത്രയും ദിവസം എവിടെയായിരുന്നു ഈ ധൈര്യം? ക്ഷമിക്കുമോളെ, നിന്നെ സ്നേഹിക്കാൻ ധൈര്യമില്ലാഞ്ഞിട്ടല്ല, നിന്നെ സ്വന്തമാക്കാൻ ധൈര്യമില്ലാഞ്ഞിട്ടാ. പക്ഷെ അവസാനം ഞാൻ തിരിച്ചറിഞ്ഞു, നിന്നെ മറക്കാൻ എനിക്ക് കഴിയില്ലെന്ന്.
നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനും പറ്റില്ലടാ. ആണോ? ഈ ചാനിപ്പം മനസ്സിലായോ ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും പിടിവാശി കാണിച്ചതെന്ന്? ഈ ചാണ്ടി നെഞ്ചാരി കിടക്കുമ്പോൾ ഞാൻ കേട്ടതാ ആമി ആമി എന്ന് മന്ത്രിക്കുന്നത്. കള്ളൻ. എടോ ഇച്ചയ, ഞാൻ എവിടെയും പോകുന്നില്ല. നിങ്ങളെ വിട്ട് ജീവിക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങളുടെ പെണ്ണുമ്പിള്ളായിട്ട് ഈ ജീവിതം മുഴുവൻ നിങ്ങളുടെ കൂടെ ജീവിക്കാനാ എനിക്ക് ആഗ്രഹം. ആമി, ഐ ലവ് യു ആമി. ഒന്നുകൂടെ പറഞ്ഞേ. ഐ ലവ് യു ആമി. ഞാൻ വന്നത് വൈകിയാണോ അലക്സിച്ചായ? അല്ല ആമി, വസന്ത ഒരിക്കലും വൈകിയെത്തില്ല. അത് വരേണ്ട സമയത്ത് തന്നെ വരും. പിന്നെ ഞാനിനി എന്നും ആമിയുടെ അലക്സിച്ചായനാ. ആമിയുടെ മാത്രം.